കുറച്ച് ദൂരം ഒരു 2-3 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ നല്ലൊരു ആഴം ഉള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് അപ്പുറം ബോട്ടിൽ വെള്ളം കയറുന്നതായിട്ട് കാണുന്നത്. ഈ ബോട്ടിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് അവർ ഈ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ തിരമാല ശക്തമാവുകയും ഈ ബോട്ടിലോട്ട് വെള്ളം കയറുകയും അത്രയും 10-19 പേരുള്ള ബോട്ട് മുങ്ങുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസ് സ്പീഡ് ബോട്ടിൽ വന്ന് ഞങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾ പോയ ഏജൻസി ട്രാവലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവലിംഗ് ഏജൻസി ആയിരുന്നു. അതുവഴിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമ്മൾക്ക് അതിൽ ഉടനീളം കിട്ടിയിട്ടുള്ളത്. മരണത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് ഞങ്ങൾ സൈക്കോളജി സെക്കൻഡ് ഇയർ ബാച്ച് ലക്ഷദ്വീപിലോട്ട് യാത്ര തിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ തുടങ്ങിയ യാത്ര അവസാനം തിരിച്ചു പോരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വലിയൊരു അപകടത്തിൽ കലാശിക്കേണ്ടതായിരുന്നു. പോരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഒരു 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഫിഷ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്നത്. ഒരു ചെറിയ ബോട്ടിലായിരുന്നു യാത്ര. ഞാൻ അപ്പോൾ തന്നെ അവരോട് ചോദിച്ചു, ഈ ഒരു ബോട്ടിൽ നമ്മൾ ഇത്രയും 11 പേർക്ക് കൊള്ളൂ, ഇത്രയും ചെറിയൊരു ബോട്ടിൽ 11 പേരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നൊക്കെ ചോദിച്ചു. വിത്തൗട്ട് ലൈഫ് ജാക്കറ്റ്, ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റും കൂടെ തരാതെയാണ് ഞങ്ങൾ അവരെ കൊണ്ടുപോയത്. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കൂബ ചെയ്തപ്പോഴും ഒന്നും ഒരു പേടിയില്ലാതെ ചെയ്ത എനിക്ക് എപ്പോഴോ ഒരു നെഗറ്റീവ് ഫീലിംഗ് അപ്പോഴേ വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ കൂടെയുള്ളവരാണെങ്കിലും അതിലുള്ള 2 ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് ദൂരം ഒരു 2-3 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ നല്ലൊരു ആഴം ഉള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് അപ്പുറം ബോട്ടിൽ വെള്ളം കയറുന്നതായിട്ട് കാണുന്നത്. ഈ ബോട്ടിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് അവർ ഈ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ തിരമാല ശക്തമാവുകയും ഈ ബോട്ടിലോട്ട് വെള്ളം കയറുകയും അത്രയും 10-19 പേരുള്ള ബോട്ട് മുങ്ങുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആളുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നമ്മളെ ബോട്ടിലോട്ട് ചാടി കയറാൻ തുടങ്ങി. ഇത്രയും കുറേ ആളുകളെ, ചെറിയൊരു ബോട്ടായിരുന്നിട്ട് പോലും ഇത്രയും ആളുകളെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാതിട്ട് പോലും നമ്മളെ ബോട്ടിൽ നമ്മൾ മാക്സിമം ആളുകളെ കയറ്റി. വേറൊരു ബോട്ട് ഇതുപോലെ ഫിഷ് ഹണ്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു, അതിലും ആളുകളെ കയറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ബോട്ടിൽ ഓവറായിട്ട് വെയിറ്റ് വരാൻ തുടങ്ങി. നമ്മളുടെ ബോട്ടിൽ 2 ഓപ്പറേറ്റേഴ്സും കടലിലോട്ട് ചാടിക്കളഞ്ഞു. രാത്രി ഏകദേശം ഒരു 8 മണിയായപ്പോൾ നല്ല ആഴമുള്ള ആ കടലിൽ വിത്തൗട്ട് ഒരു ഓപ്പറേറ്റേഴ്സും ഇല്ലാതെ നമ്മൾ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് ഒരുപാട് സമയം നിന്നു. എനിക്ക് ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി നമ്പറിന് വേണ്ടിയിട്ട് നോക്കുന്നത്. ഗൂഗിളിലായിക്കോട്ടെ, വേറെ ഏത് സെർച്ച് എഞ്ചിനിലായിക്കോട്ടെ, ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൽ ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫയർ സ്റ്റേഷൻ നമ്പറോ എനിക്ക് തിരഞ്ഞിട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ നമ്മുടെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലും ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഞങ്ങളെ പെട്ടെന്നൊന്ന് വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അഗത്തി ഐലൻഡിൽ കണക്ട് ചെയ്തിട്ട് പോലീസ് സ്പീഡ് ബോട്ടിൽ വന്ന് ഞങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, ഇതുപോലെ പല സ്ഥലങ്ങളിലോട്ടും യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനും അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴാണ് അപകടം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 10-12 വർഷമായിട്ട് അവിടെ ഇതുപോലൊരു അപകടം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ആർക്കാണ് എപ്പോഴാണ് അപകടം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളെ കയ്യിൽ കരുതണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിൽ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ, ഇനിയിപ്പോൾ എത്ര സെക്യൂരിറ്റി സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും കടലിൽ ഇറങ്ങരുത്. അങ്ങനെയാണ് അതിൻ്റെ നിയമം. പക്ഷെ പലപ്പോഴും അതിനെ ലംഘിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മളുടെ ബോട്ടുകളിൽ എമർജൻസി നമ്പേഴ്സ് സ്ഥാപിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കയറുന്ന ബോട്ടിൽ എത്രത്തോളം ആളുകളെയാണ് ഇതിൽ കയറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ചോദിച്ചറിയണം. ഞാനൊക്കെ പോയ ബോട്ടിൽ 6-7 പേരെയാണ് മാക്സിമം കയറ്റാൻ പറ്റുന്നത്. പക്ഷെ ഓൾറെഡി പോയപ്പം 11 പേരെയും കൊണ്ടാണ് അത് പോയത്. എന്നിട്ട് ബാക്കിയുള്ള ആളുകളും കൂടെ അവിടുന്ന് ബോട്ട് മുങ്ങിയിട്ട് നമ്മളിലോട്ട് കയറുകയാണ് ചെയ്തത്. അപ്പം ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോവേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് നിന്നിരുന്നത്. മറ്റുള്ള ബോട്ടിലുള്ള ആളുകളുടെ സാധനങ്ങൾ, ഫോണ്, ബാഗ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം മുങ്ങിപ്പോയ കപ്പൽ ലിഫ്റ്റർ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ തന്നെ ആ ഒരു ഐലൻഡിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ട് 30 പേർക്കെതിരെ FIR എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ പാനിക് ആയാലും, നോർമലി ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാം. പക്ഷേ അതേ സമയം തന്നെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ ടേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരാളുടെ ചെറിയൊരു അനക്കം കൊണ്ട് പോലും ആ ഒരു ബോട്ട് മറിഞ്ഞു പോയി വലിയൊരു അപകടം ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് പലപ്പോഴും ഞാനും പിന്നെ എൻ്റെ കൂടെയുള്ളവരും എടുത്ത ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു കാര്യം ആയത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ എമർജൻസി നമ്പേഴ്സ്, ബോട്ടിൽ എത്രത്തോളം ആളുകൾ കയറാൻ പറ്റും. പിന്നെ ചില ഏരിയകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലക്ഷദ്വീപ് പോലത്തെ സ്ഥലങ്ങളിൽ BSNL, എയർടെൽ പോലുള്ള കാര്യങ്ങൾ മാത്രമേ സിം മാത്രമേ റേഞ്ചുള്ളൂ. അതുപോലത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പോയ ഏജൻസി ട്രാവലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവലിംഗ് ഏജൻസി ആയിരുന്നു. അതുവഴിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമ്മൾക്ക് അതിൽ ഉടനീളം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരെ അതിൽ വന്നു. എന്നിട്ട് പോലും അവർ പ്രോപ്പറായിട്ടുള്ളൊരു വിശദീകരണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇതുപോലെയുള്ളൊരു സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഏജൻസി തിരഞ്ഞെടുക്കാനും അതേസമയം തന്നെ നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ മനസ്സിലാക്കാനും ഒന്നുകൂടെ സമയം കണ്ടെത്തുക. നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാനാണ് പോകുന്നത്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ അതിൽ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ബോധം, അതിനെക്കുറിച്ചുള്ളൊരു അവബോധവും നമ്മൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ലക്ഷദ്വീപ് പോലത്തെ ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെയുള്ള ആളുകൾ ഭയങ്കര പാവമായിട്ടുള്ള നല്ല സ്നേഹമുള്ള ജനങ്ങളാണ്. പക്ഷേ പലപ്പോഴും ഈ ഏജൻസികൾ അവരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും അവരുടെ അവയർനെസ് ഒന്നും ഇല്ലാതെയാണ് ഇതുപോലെയുള്ള ഒരു ആക്ടിവിറ്റീസ് നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് 6 മണിക്ക് ശേഷം അവിടെ പോലീസ് പെർമിഷൻ ഇല്ലാതെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പോയി ഞങ്ങൾക്ക് കിട്ടിയത് വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, നമ്മൾ ടൂർ പോകുന്നതും യാത്രകൾ പോകുന്നതും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും ആർക്കും ഒരു സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടി, നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.